6 അമലുകളാണ് റമദാനിൽ പ്രത്യേകമായി ചെയ്യാനുള്ളത്. ഒന്ന് പകലിലുള്ള നോമ്പാണ്. രണ്ടാമത്തേത് രാത്രിയിലുള്ള നമസ്കാരമാണ്. മൂന്നാമത്തേത് പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാണ് എല്ലാത്തിൻ്റെയും. റമദാൻ എന്താണെന്ന് പറയുമ്പോൾ ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് പറയുമ്പോൾ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖുർആൻ അവതരിച്ച മാസം, ഖുർആൻ അവതരിച്ച രാത്രി. ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനുമായുള്ള ബന്ധം. നാലാമത്തെ സംഗതി ദുആയാണ്. നോമ്പുകാരുടെ ദുആ അള്ളാഹു സ്വീകരിക്കും ഹത്താ യുഫ്തിർ, നോമ്പ് തുറക്കുന്നത് വരെ. എന്ന് മാത്രമല്ല, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ അള്ളാഹു പ്രത്യേകം സ്വീകരിക്കും. സഹാബികളിൽ നിന്ന് കാണാൻ സാധിക്കും, കുടുംബത്തെയൊക്കെ കൂട്ടി ദുആ ചെയ്തിരുന്നു. അപ്പം എന്താണെങ്കിലും ഒറ്റക്കോ കൂട്ടായിട്ടോ ദുആ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് റമദാൻ. അഞ്ചാമത്തേത് സദഖയാണ്. ഈ സദഖയുടെ ആധാരവും ഖുർആൻ തന്നെയാണെന്ന് പറയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഉദാരമതിയായിരുന്നു. റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റുപോലെ വളരെ കൂടുതലായി തങ്ങൾ ദാനം ചെയ്തിരുന്നു. എന്താണ് ഇതിന്റെ കാരണം എന്ന് വിവരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദിവസേന തങ്ങളുടെ സന്നിധിയിൽ വരികയും ഖുർആൻ പരസ്പരം ഓതി കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കാന യുദാരിസുഹുൽ ഖുർആൻ പരസ്പരം ഓതി കേൾപ്പിച്ചിരുന്നു. അവസാന വർഷത്തിൽ 2 തവണ കേൾപ്പിച്ചു. യുദാരിസ് പരസ്പരം ഓതി കേൾപ്പിക്കാൻ നടത്താം. ഈ മലക്കിന്റെ വരവും സാന്നിധ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഉന്മേഷവും ഉത്സാഹവും പകർന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാകാം തങ്ങൾ ആദ്യമേ ഉദാരമതിയാണ്. ബുഖാരിയിലെ പ്രയോഗം തന്നെ അങ്ങനെയാണ്. കാന അജ്വദന്നാസ്, ഏറ്റവും ഉദാരമതിയാണ്. അതിൽ തന്നെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ ചെയ്തിരുന്നത് റമദാനിലാണ് എന്ന് കാണാൻ സാധിക്കും. 6ാമത്തെ അമൽ അവസാനത്തെ 10ലെ ഇഅ്തികാഫാണ്. ഇമാം ഗസാലി അതിൻ്റെ ഒരു രഹസ്യം വിവരിക്കുന്നത് കാണാം. മനുഷ്യന് അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്യുന്ന ശരിയായ ഇബാദത്തുകൾക്ക് തടസ്സമാകുന്ന 1 അനാവശ്യ ഭക്ഷണമാണ്, 2 അനാവശ്യ വിശ്രമമാണ്. നോമ്പിലൂടെ തറാവീഹിലൂടെ നമ്മൾ അതിനെ മറികടന്നു. ഇനി അടുത്ത സംഗതി അനാവശ്യമായിട്ടുള്ള സമ്പർക്കങ്ങളാണ്. ഇഅ്തികാഫിലൂടെ പകല് നോമ്പ്, രാത്രി നമസ്കാരം, കൂട്ടത്തിൽ ഇഅ്തികാഫുമാകുമ്പം എല്ലാ തടസ്സങ്ങളും മാറ്റി